എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിലെ 10ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം സമരവും സ്വാതന്ത്ര്യവും എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ 7ാം ക്ലാസ്സിലെ 4ാം അധ്യായം ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്നുള്ള ചാപ്റ്ററിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ ഇത് വരുന്നത്. അതിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ കുറച്ചുകൂടി വൈഡായിട്ടുള്ള ഡീറ്റെയിൽഡായി പറഞ്ഞു പോകുന്ന ആദ്യത്തിലെ ടോപ്പിക്കുകൾ ഒന്നുകൂടി ഡീറ്റെയിൽഡായിട്ട് ഇതിൽ പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ തുടർച്ച തന്നെയാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് ഇത് വീഡിയോ ഒന്നുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞു നീട്ടുന്നില്ല. എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെയാണ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. 10ാം ക്ലാസ്സിൽ അധ്യായം 6 ഗാന്ധിജി സമരവും സ്വാതന്ത്ര്യവും. 10ാം ക്ലാസ് സോഷ്യലിലെ ഹിസ്റ്ററിയിലെ അധ്യായം 6 സമരവും സ്വാതന്ത്ര്യവും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന അധ്യായം. അപ്പോൾ ഇവിടെ തന്നെ നീലത്തിൻ്റെ കറ എന്നുള്ള ഭാഗം ഉണ്ട്. ഇത് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണ്. നീലത്തിൻ്റെ കറ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നുള്ളത് ഗാന്ധിജിയുടെ ആത്മകഥയാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട 2 പേരുകളാണ് പറയുന്നത്. ആ 2 പേരുകളാണ് ഇതിൽ നോട്ട് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം, എന്നിട്ട് ഞാൻ ആ നോട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ പറഞ്ഞുതരാം. ചമ്പാരൻ എന്ന പേരോ ആ പ്രദേശം ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നോ നീലം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളെക്കുറിച്ചോ എനിക്ക് യാതൊരു ധാരണയും ഇല്ലായിരുന്നു. നീലത്തിൻ്റെ വലിയ ചാക്കുകെട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ചമ്പാരനിലെ സാധാരണ കർഷകർ വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചാണ് നീലം ഉൽപ്പാദിപ്പിച്ചിരുന്നതെന്ന വസ്തുതയും എനിക്ക് അറിയില്ലായിരുന്നു. രാജ്കുമാർ ശുക്ല എന്ന സാധാരണക്കാരായ നീലം കർഷകൻ താൻ ഉൾപ്പെടുന്ന നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടും അവസാനിപ്പിക്കുവാൻ പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 1916 ലക്നൗവിൽ വെച്ച് എൻ്റെ അരികിൽ വന്നത്. എൻ്റെ നിർദ്ദേശപ്രകാരം 1916 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ ബ്രിജ്ബാബു കിഷോർ പ്രസാദ് നീലം കർഷകരോട് സഹതാപം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കുകയും ഐക്യകണ്ഠേന പാസാക്കുകയും ചെയ്തു. കാൺപൂരിലും ആശ്രമത്തിലും രാജ്കുമാർ എന്നെ പിന്തുടർന്നു. അവസാനം ഞാൻ കൽക്കത്ത സന്ദർശിക്കുന്ന അവസരത്തിൽ ചമ്പാരനിൽ എത്താമെന്ന് വാക്ക് കൊടുത്തു. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്, നീലം കർഷകരുടെ പ്രശ്നം മഹാത്മാഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ നീലം കർഷകൻ ആരാണ് എന്നുള്ളതാണ്. രാജ്കുമാർ ശുക്ല എന്നാണ്. രാജ്കുമാർ ശുക്ല എന്ന നീലം കർഷകനാണ് നീലം കർഷകരുടെ ദുരിതം മഹാത്മാഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. 1916 ലക്നൗവിൽ വെച്ചാണ് രാജ്കുമാർ ശുക്ല ഗാന്ധിജിയെ കണ്ട് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത്. പിന്നെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം കോൺഗ്രസ് സമ്മേളനത്തിൽ പാസ്സാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ബ്രിജ്ബാബു കിഷോർ പ്രസാദാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1916 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ നീലം കർഷകരോടുള്ള സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം പാസ്സാക്കിയത്. അപ്പോൾ നീലം കർഷകരോടുള്ള പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം 1916 ലാഹോർ സമ്മേളനമാണ്. അത് അവതരിപ്പിച്ചത് ബ്രിജ്ബാബു കിഷോറാണ്. മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട പേരുകൾ രാജ്കുമാർ ശുക്ല, അതായത് നീലം കർഷകരുടെ ദുരിതം ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ നീലം കർഷകനാണ്. പിന്നെ അതേപോലെ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് ബ്രിജ്ബാബു കിഷോർ പ്രസാദ്. പിന്നെ ഏത് സമ്മേളനം, ഏത് വർഷം? 1916 ലാഹോർ സമ്മേളനം. ഇതാണ് അതിൽ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്. അത് നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഇവിടെ ബീഹാറിലെ ചമ്പാരനിൽ 1917 നീലം കർഷകരുടെ സമരത്തിൽ പങ്കെടുക്കാൻ ഇടയായ സാഹചര്യമാണ് ഗാന്ധിജി ആത്മകഥയിൽ വിവരിക്കുന്നത്. അപ്പോൾ അതൊന്നും ആവശ്യമില്ല. ഇനി നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്,
വളരെ പെട്ടെന്ന് തന്നെ സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതിൻ്റെ കാരണങ്ങൾ. അതായത് ഗാന്ധിജിക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ അംഗീകാരവും വിശ്വാസവും നേടിയെടുക്കാൻ കഴിഞ്ഞു. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ ഗാന്ധിജിക്ക് സാധാരണക്കാരായ ജനങ്ങളുടെ വിശ്വാസവും അംഗീകാരവും പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞതിൻ്റെ കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരങ്ങൾ. പിന്നെ സാധാരണക്കാരെ പോലെയുള്ള ജീവിത രീതി. മറ്റു നേതാക്കളെ പോലെയല്ല, ഗാന്ധിജി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ പോലെയായിരുന്നു ഗാന്ധിജിയുടെ ജീവിത രീതി. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും. അപ്പോൾ വസ്ത്രം, ഭക്ഷണം, ഭാഷ എന്നീ കാര്യത്തിൽ സാധാരണക്കാരെ പോലെയുള്ള ജീവിത രീതിയായിരുന്നു മഹാത്മാഗാന്ധിജി സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അതൊരു കാരണമാണ്. പിന്നെ ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം നടത്തിയ സമരങ്ങൾ. പിന്നെ അഹിംസയിൽ അധിഷ്ഠിതമായ സമരരീതി. സമരരീതി അഹിംസയിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ അതും ജനങ്ങളിൽ വിശ്വാസവും അംഗീകാരം നേടിയെടുക്കാൻ ഒരു കാരണമായി. പിന്നെ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായി ഗാന്ധിജിയെ വിലയിരുത്തി. അതായത് സാധാരണക്കാർ തങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു രക്ഷകനായിട്ട് മഹാത്മാഗാന്ധിജിയെ വിലയിരുത്തി. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ 4 കാരണങ്ങളാണ് ഗാന്ധിജിക്ക് സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടിയെടുക്കാൻ കഴിഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ. അപ്പോൾ ഇത് ബുള്ളറ്റ്സ് പോയിൻ്റ് ആയതുകൊണ്ട് അതുപോലെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ്. ഇനി ഗാന്ധിജിയും ദക്ഷിണാഫ്രിക്കയും എന്നുള്ള ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ഈ കോളത്തിൽ നമുക്ക് നോട്ട് ചെയ്യാനുള്ള പോയിൻ്റ്, ആരുടെ കേസുകൾ വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് എന്ന് ചോദിച്ചാൽ ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്ത് വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. അപ്പോൾ ആരുടെ കേസുകൾ വാദിക്കുന്നതിനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് എന്ന് ചോദിച്ചാൽ ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്ത് വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിനാണ് മഹാത്മാഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. അതിൽ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് അത് മാത്രമാണ്. പിന്നെ ഉള്ളത് ഗാന്ധിജിയെ ഇറക്കിവിട്ട ട്രെയിൻ യാത്രയെക്കുറിച്ച് പറയേണ്ടത് ഡർബൻ പ്രിട്ടോറിയ ട്രെയിൻ യാത്രയാണ്. അപ്പോൾ ഡർബണിൽ നിന്ന് പ്രിട്ടോറിയയ്ക്കുള്ള ട്രെയിൻ യാത്രയിലാണ് ഗാന്ധിജിയെ 1ാം ക്ലാസ്സിൽ നിന്ന് വെള്ളക്കാർ ഇറക്കി വിട്ടത്. അപ്പം ഇനി ജസ്റ്റ് ഈ കോളൊന്ന് എന്താണെന്നുള്ളത് പെട്ടെന്നൊന്ന് ഓടിക്കുക വായിച്ചു. അപ്പോൾ ഇതിൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട യാത്ര ഡർബൻ പ്രിട്ടോറിയ. അതേപോലെ ആരുടെ കേസ് വാദിക്കാനാണെന്ന് ചോദിച്ചാൽ ദാദാ അബ്ദുള്ള. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കാം. ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്ത് വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. ഡർബനിൽ നിന്ന് പ്രിട്ടോറിയയ്ക്കുള്ള ട്രെയിൻ യാത്രയിൽ ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇറക്കിവിട്ടു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വർണ്ണവിവേചനത്തിൻ്റെ തീവ്രത അദ്ദേഹം മനസ്സിലാക്കി. അവിടെ ഉണ്ടായിരുന്ന 21 വർഷക്കാലവും ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരല്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന വർഷം എത്രയാണെന്ന് വെച്ചാൽ 21 വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പ്രവാസ ജീവിതം നയിച്ചത്. ഇനി ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം, വർഷം 1917, പ്രദേശം ബീഹാർ. അപ്പോൾ ചമ്പാരൻ എവിടെയെന്ന് ചോദിച്ചാൽ ബീഹാറിലാണ്. അഹമ്മദാബാദിലെ തുണിമിൽ സമരം, ഗുജറാത്ത്. അഹമ്മദാബാദ് എവിടെയാണ്? ഗുജറാത്തിലാണ്. വർഷം 1918. അതേപോലെ ഗുജറാത്തിലെ തന്നെ കേഡയിലെ കർഷക സമരം, വർഷം 1918. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളാണ് ഇത് പ്രാദേശികപരമായിട്ടുള്ള സമരങ്ങളായിരുന്നു ഗാന്ധിജി ആദ്യഘട്ടത്തിൽ പങ്കെടുത്തത്. ആ 3 സമരങ്ങളാണ്. ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏതാണെന്ന് ചോദിച്ചാൽ ചമ്പാരൻ സമരമാണ്. ചമ്പാരനിലെ നീലം കർഷകർക്ക് വേണ്ടിയാണ് അദ്ദേഹം സമരം നടത്തിയത്. വർഷം 1917. അഹമ്മദാബാദിലെ തുണിമിൽ സമരം. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹ സമരം എന്ന് ചോദിച്ചാൽ അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണ്. അവിടുത്തെ തുണിമിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. അഹമ്മദാബാദ് ഗുജറാത്തിലാണ്. വർഷം 1918. അതിൻ്റെ കാരണം നമ്മൾ ഇനി ഡീറ്റെയിൽഡായി പഠിക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് പഠിച്ചത് അവരുടെ കൂലി പ്രശ്നം എന്നുള്ളതാണ്.
വേതന പ്രശ്നം എന്നുള്ളത്. അതിനി പ്ലേഗ് ബോണസ് എന്നൊരു അഡീഷണൽ വാക്കും കൂടി ഇതിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഞാൻ അടുത്ത ഭാഗത്ത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനതിപ്പോൾ പറയാത്തത്. അതേപോലെ കേദയിലെ കർഷക സമരം. കേദയും ഗുജറാത്തിലെ ജില്ലയാണ്. 1918 തന്നെയാണ് വർഷം. അപ്പോൾ ഇതാണ് ഗാന്ധിജിയുടെ ആദ്യ കാലഘട്ടത്തിലെ 3 സമരങ്ങൾ. എനിക്ക് ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഗാന്ധിജി നിയമലംഘനവും സഹന സമരവും പോലുള്ള സമരരീതികളാണ് സ്വീകരിച്ചത്. ഗാന്ധിജിയുടെ ഇടപെടൽ നീലം കർഷകർക്ക് അനുകൂലമായ നിയമം പാസാക്കാൻ അധികാരികളെ നിർബന്ധിതരാക്കി. അപ്പോൾ ചമ്പാരനിലെ ആദ്യകാല സമരത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റുകളൊന്നുമില്ല. ജസ്റ്റ് വേണമെങ്കിൽ സഹന സമരം, നിയമലംഘനം എന്നുള്ളതൊന്ന് ഒന്ന് മൈൻഡിൽ വെക്കാം. സമരത്തിന് ശേഷം ഗാന്ധിജി ചമ്പാരൻ്റെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങളും വൈദ്യസഹായ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ ചമ്പാരൻ സമരത്തിന് ശേഷം ഗാന്ധിജി ചമ്പാരൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും അതേപോലെ ശുചീകരണ പ്രവർത്തനങ്ങളും വൈദ്യസഹായ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടാണ് ചമ്പാരൻ്റെ പുരോഗതിക്കായിട്ട് ഗാന്ധി നടത്തിയ പ്രവർത്തനങ്ങൾ. ഇനി നമ്മൾ പറഞ്ഞ അഹമ്മദാബാദ് തുണിമിൽ സമരത്തെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള 1918 അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലും ചമ്പാരനിലെ സമര രീതികളാണ് ഗാന്ധിജി സ്വീകരിച്ചത്. അപ്പോൾ ചമ്പാരനിൽ അദ്ദേഹം സത്യാഗ്രഹം അനുഷ്ഠിച്ചെങ്കിൽ ഇവിടെ ഭക്ഷണമില്ലാതെ ഉപവസിച്ചു. നിരാഹാര സത്യാഗ്രഹത്തിൽ അധിഷ്ഠിതമായിട്ടാണ് അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൽ ഗാന്ധിജി പങ്കെടുത്തത്. അപ്പോൾ അഹമ്മദാബാദ് തുണിമിൽ സമരം എന്നുള്ളത് പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള സമരമാണ്. പ്ലേഗ് ബോണസിനെ ചൊല്ലി ഉണ്ടായ സമരം എന്ന് ചോദിച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്ലേഗ് ബോണസ് എന്ന് കേട്ടാൽ അവിടെ നമ്മുടെ മൈൻഡിൽ ആദ്യം ഓടിയെത്തേണ്ട കാര്യം അഹമ്മദാബാദിൽ തുണിമിൽ സമരമാണ്. അതിന് ഡീറ്റെയിൽഡായ ഒരു കോളത്തിൽ പ്ലേഗ് ബോണസ് എന്ന് എഴുതിയിട്ട് തന്നെ വരാണ്ട്. അപ്പോൾ നമുക്ക് അത് ആ പാർട്ട് എത്തുമ്പോൾ വായിച്ച് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് അധികാരികൾ ശമ്പള വർധനവിന് സമ്മതിക്കുകയും സമരം അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ ഗാന്ധിജി ഉപവാസത്തിലൂടെയാണ് സമരം നടത്തിയതെന്ന് പറഞ്ഞു. അതിനുശേഷം അപ്പോൾ പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ ഉപവാസം അനുഷ്ഠിച്ചു, അതായത് നിരാഹാര സത്യാഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതേ തുടർന്ന് അധികാരികൾ ശമ്പള വർധനവിന് സമ്മതിക്കുകയും സമരം അവസാനിക്കുകയും ചെയ്തു. ഇനി ഖേദയിലെ കർഷക സമരം, അതും വർഷം 1918 ഗുജറാത്തിൽ തന്നെയാണ് നടന്നത്. അതിൻ്റെ കാരണം വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന ഗുജറാത്തിലെ ഖേഡയിലെ കർഷകരിൽ നിന്ന് നികുതി പിരിക്കാൻ തീരുമാനിച്ച അധികാരികളുടെ നയത്തിനെതിരെയാണ് ഗാന്ധിജി നികുതി നിഷേധവും സത്യാഗ്രഹവും സമരായുധങ്ങളായി ഉപയോഗിച്ചു. അപ്പോൾ വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന ഗുജറാത്തിലെ ഖേഡ ജില്ലയിലെ കർഷകരിൽ നിന്ന് നികുതി പിരിക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ തീരുമാനമാണ് ഖേഡ കർഷക സമരത്തിന് കാരണമായത്. അപ്പോൾ ഇതിനെതിരെയും ഗാന്ധിജി നടത്തിയ സമര രീതിയാണ് നികുതി നിഷേധവും സത്യാഗ്രഹവും. അതിൻ്റെ ഫലമായി സർക്കാർ നികുതി ഇളവുകൾ നൽകാൻ തയ്യാറായി. സത്യാഗ്രഹത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ആദ്യകാല സമരങ്ങൾ ഗാന്ധിജിയെ ജനസമൂഹത്തിൻ്റെ നേതാവാക്കി തീർത്തു. ഇനി നമ്മൾ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പ്ലേഗ് ബോണസ് പറഞ്ഞു. അപ്പോൾ എന്താണ് പ്ലേഗ് ബോണസ് എന്നുള്ളത് ഇവിടെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി അഡീഷണൽ ആയിട്ടൊന്ന് നോട്ട് ചെയ്യാം. 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് എന്ന രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% പേരെ കൊന്നൊടുക്കി. ഈ കാലയളവിൽ തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിൻ്റെ 80% വരെ ബോണസായി നൽകിയിരുന്നു. രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായി ഏർപ്പെടുത്തിയ ഈ സംവിധാനം ഒന്നാം ലോക യുദ്ധം കൊണ്ടുണ്ടായ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ തൊഴിലാളികൾക്ക് സഹായകമായി. രോഗഭീതി ഒഴിഞ്ഞതോടുകൂടി ഈ ആനുകൂല്യം നിർത്തലാക്കിയതാണ് തൊഴിലാളികളെ സമരത്തിന് പ്രേരിപ്പിച്ചത്. അപ്പോൾ അഹമ്മദാബാദിൽ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ട വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1917. അപ്പോൾ 1917 അഹമ്മദാബാദിൽ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടു. അതിനോട് അനുബന്ധിച്ച് കുറേ ആളുകൾ മരണപ്പെട്ടു. അപ്പോൾ കമ്പനിയിൽ നിന്ന് തൊഴിലാളികൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്
ശമ്പളത്തിൻ്റെ 80% പ്ലേഗ് ബോണസായിട്ട് അവർക്ക് നൽകിയിരുന്നു. ഇത് ഈ രോഗഭീതി മാറിയ ഉടൻ തന്നെ കമ്പനികൾ ഇത് കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ അതാണ് അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ പ്ലേഗ് ബോണസ്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, അഹമ്മദാബാദിൽ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ട വർഷം 1917ആണ്. 1917 അഹമ്മദാബാദിൽ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ട വർഷം. ഇനി ഇവിടെ അടുത്തൊരു കോളത്തിൽ പറയുന്നുണ്ട് ഗാന്ധിജി ചലച്ചിത്രത്തിൽ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ഗാന്ധി എന്നുള്ള ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? റിച്ചാർഡ് ആറ്റൻബറോ ആണ്. റിച്ചാർഡ് ആറ്റൻബറോ ആണ് ഗാന്ധി എന്നുള്ള ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ. 8 ഓസ്കാർ അവാർഡുകളാണ് ഈ സിനിമ നേടിയത്. അപ്പോൾ ഗാന്ധി എന്ന ചലച്ചിത്രം 8 ഓസ്കാർ അവാർഡുകൾ നേടി. അതിൻ്റെ സംവിധായകൻ റിച്ചാർഡ് ആറ്റൻബറോ. അതേപോലെ ഇത് ഗാന്ധിയെക്കുറിച്ചുള്ള ചരിത്രമായിരുന്നു ഇതിൽ ചർച്ച ചെയ്തത്. എന്നാൽ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലുള്ള ചരിത്രത്തെ ആസ്പദമാക്കി വേറൊരു സിനിമ കൂടിയുണ്ട്. അത് ശ്യാം ബെനഗലാണ്. ശ്യാം ബെനഗൽ സംവിധാനം ചെയ്ത മേക്കിംഗ് ഓഫ് മഹാത്മ. ശ്യാം ബെനഗലിൻ്റെ മേക്കിംഗ് ഓഫ് മഹാത്മ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങളാണ് ചിത്രീകരിക്കുന്നത്. ഇവ കൂടാതെ നിരവധി ചലച്ചിത്രങ്ങളും ഡോക്യുമെൻ്ററിയും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ SCRTയിൽ വന്നതായതുകൊണ്ട് തന്നെ 2 ഓർത്തിരിക്കണം. റിച്ചാർഡ് ആറ്റൻബറോൻ്റെ ഗാന്ധി എന്ന ചിത്രം അത് ഗാന്ധിജിയുടെ ജീവചരിത്രമാണ്. എന്നാൽ ശ്യാം ബെനഗലിൻ്റെ മേക്കിംഗ് ഓഫ് മഹാത്മ എന്നുള്ളത് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ചരിത്രമാണ്. അപ്പോൾ അത് ആ കോളത്തിൽ വരുന്നതാണ്. ഇനി നമ്മൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട ബുള്ളറ്റ് പോയിൻറ്റ്സ് വരുന്നൊരു ഭാഗമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് ഇത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നോട്ട് ചെയ്തോളൂ. ഗാന്ധിജിയുടെ സമരരീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. അപ്പോൾ ഗാന്ധിജി നടത്തിയ സമര മാർഗങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ. ഗാന്ധിജിയുടെ സമരരീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ സമരരീതിയായ അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം, നിരാഹാരം, നിസ്സഹകരണം, നിയമലംഘനം എന്നുള്ള സമരരീതികളും അതിൻ്റെ ആശയങ്ങളൊക്കെ സാധാരണ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു. അപ്പോൾ ഗാന്ധി വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ വിദ്യാസമ്പന്നർക്ക് ഇടയിലായിരുന്നു ദേശീയ പ്രസ്ഥാനം ഒതുങ്ങി നിന്നിരുന്നത്. അതായത് വിദ്യാസമ്പന്നർ മാത്രമായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത്. സാധാരണക്കാർക്ക് ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഗാന്ധിജിയുടെ വരവോടുകൂടി അത് സാധാരണക്കാർ ജനങ്ങളും ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമപ്രദേശങ്ങളിലും വേരോട്ടമുണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ, സാധാരണക്കാരായ ജനങ്ങളും ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഗാന്ധിയുടെ വരവോടുകൂടി ആകർഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ വിദ്യാസമ്പന്നർ കൂടുതലുണ്ടാകുക പട്ടണ പ്രദേശങ്ങളിലാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പട്ടണ പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ കൂടി അതിന് വേരോട്ടമുണ്ടായി. അതിൻ്റെ കാരണക്കാരൻ മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലും ദേശീയ പ്രസ്ഥാനത്തിന് വേരോട്ടം ഉണ്ടായി. പിന്നെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ നേതാവായി ഗാന്ധിജി മാറി. അപ്പോൾ ഇന്ത്യയിലെ എല്ലാവിധം ജനങ്ങൾക്കും ജാതി മത വർഗ ഭേദമന്യേ, അതേപോലെ അവരുടെ സാമ്പത്തിക ഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യനായ ദേശീയ നേതാവായി മഹാത്മാഗാന്ധിജി മാറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സമരങ്ങൾ കൊണ്ടുള്ള 4 നേട്ടങ്ങളാണ് നമ്മൾ ഈ ചർച്ച ചെയ്തത്. അപ്പോൾ ബുള്ളറ്റ് പോയിൻ്റ് ആയതുകൊണ്ട് ഇത് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഏതൊക്കെ രീതിയിൽ മാറ്റം വരുത്തി PSC ചോദിക്കും എന്നുള്ളത് കൂടി നമ്മൾ നോക്കി വെക്കണം. ഇതിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഏത് രീതിയിലൊക്കെ അവർ മാറ്റം വരുത്തി ചോദിക്കാം എന്നുള്ളത് കൂടി നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടുവെക്കണം. അപ്പോൾ അവിടെ അതിനെക്കുറിച്ച് അത്രേ ഉള്ളൂ. ഇനി ദേശീയ സമരത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് ദേശീയ സമരത്തിലേക്ക് ഗാന്ധിജി കാലെടുത്ത് വെക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നത്. അപ്പോൾ ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്, ഗാന്ധിജി ദേശീയ സമരത്തിലേക്ക് കടന്ന പ്രതിഷേധം ഏതാണ്? ഏത് ആക്ടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തിനെതിരെയുള്ള പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ദേശീയ സമരത്തിലേക്ക് കടന്നത് എന്ന് ചോദിച്ചാൽ റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധം
നടത്തിക്കൊണ്ടാണ് ഗാന്ധിജി ദേശീയ സമരത്തിൻ്റെ ഭാഗമായത്. ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് റൗലറ്റ് ആക്ട്. അപ്പോൾ ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ സകല പൗരാവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് 1919 പാസ്സാക്കിയ കരിനിയമമാണ് റൗലറ്റ് ആക്ട്. ഈ റൗലറ്റ് ആക്ടിൻ്റെ വിശദമായ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മുൻ ചാപ്റ്ററിൽ ബുള്ളറ്റ് പോയിൻ്റ് ഇട്ടിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ട് അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മളത് ഒരു തവണ പറഞ്ഞുകൊണ്ട് ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കിൽ വെക്കാമായിരുന്നു. ഇത് അതിലത്തെ ഒരു പോയിൻ്റ് മാത്രമാണ്. ബാക്കിയുള്ള പോയിൻ്റ് കൂടി നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബുള്ളറ്റ് ആയിട്ടില്ല. മുൻ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് ബുള്ളറ്റ് പോയിൻ്റ് ആയിട്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാത്തവർ അതൊന്ന് നോട്ട് ചെയ്ത് വരിക. അപ്പോൾ 1919 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് റൗലറ്റ് ആക്ട്. ഒരു കരിനിയമമാണ്. ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടവിൽ വെക്കാമായിരുന്നു എന്നുള്ളതാണ്. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉണ്ട്. ഈ റൗലറ്റ് ആക്ട് കഴിഞ്ഞാൽ അതിനെതിരെ പ്രതിഷേധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്ന മുമ്പ് ആദ്യം നമുക്ക് ഈ ജാലിയൻ വാലാബാഗ് എവിടെയാണ്? പഞ്ചാബിലെ എവിടെയാണ്? അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗ്. ഇനി നമുക്ക് കോളം വായിക്കാം. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനായി 1919 ഏപ്രിൽ 13 ജനങ്ങൾ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടി. അപ്പോൾ നോട്ട് ചെയ്യേണ്ട പോയിന്റുകൾ റൗലറ്റ് ആരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാനാണ് ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയത് എന്ന് ചോദിച്ചാൽ സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ എന്നിവരുടെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ്. ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു, ഡോക്ടർ സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനായാണ് ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയത്. ഇനി ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ പഞ്ചാബിൽ റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ രണ്ട് നേതാക്കന്മാരാണ് സൈഫുദ്ദീൻ കിച്ലുവും സത്യപാലും. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ദിവസം ചോദിച്ചാൽ വർഷം 1919. അത് റൗലറ്റ് ആക്ട് പാസ്സാക്കിയ വർഷം തന്നെയാണ്. ഏപ്രിൽ 13 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് സംഭവം നടന്നത്. അപ്പോൾ 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ജനങ്ങൾ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയെന്ന് പറഞ്ഞു. അമൃത്സർ പട്ടണത്തിൻ്റെ നിയന്ത്രണം ഈ സമയം പട്ടാളം ഏറ്റെടുത്തിരുന്നു. പട്ടാള മേധാവിയായ ജനറൽ ഡയർ തൻ്റെ ഉത്തരവ് ലംഘിച്ചു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 3 വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട മൈതാനത്തിൻ്റെ പ്രവേശന കവാടത്തിൽ പട്ടാളക്കാരെ നിരത്തി നിരായുധരായ ജനങ്ങൾക്കു നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടു. 10 മിനിറ്റ് നീണ്ടുനിന്ന വെടിവെപ്പിൽ 379 പേർ മരിച്ചു എന്നായിരുന്നു ഔദ്യോഗിക കണക്കെങ്കിലും മരണസംഖ്യ ഇതിൻ്റെ ഇരട്ടിയായിരുന്നു. അപ്പോൾ ഇനി ഇതിൽ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്, അപ്പോൾ ജാലിയൻ വാലാബാഗ് സംഭവം നമ്മൾ നോക്കുമ്പോൾ മൈക്കൽ ഒ ഡയർ എന്ന ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് വെടിവെക്കാൻ ഉത്തരവിട്ടത്. അപ്പോൾ വെടിവെക്കാൻ ഉത്തരവിട്ടത് ബ്രിട്ടീഷ് പട്ടാള മേധാവിയായ ജനറൽ ഒ ഡയറാണ്. അപ്പോൾ ജനറൽ ഒ ഡയർ സൈഫുദ്ദീൻ കിച്ലു, ഡോക്ടർ സത്യപാൽ, ജാലിയൻ വാലാബാഗ് പഞ്ചാബിലെ അമൃത്സർ 1919 ഏപ്രിൽ 13. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. കൂട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത് 379 പേർ മരിച്ചു എന്നും അതേപോലെ ഉദ്ധം സിംഗ് എന്നൊരാളെ കൂടി നമ്മൾ കൂട്ടത്തിൽ ഓർത്തിരിക്കണം. അപ്പോൾ മൈക്കൽ ഒ ഡയറിനെ വധിച്ച വ്യക്തിയാണ് ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗിനെ 1940 തൂക്കിലേറ്റി. 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ മൈക്കൽ ഒ ഡയറിനെ വധിച്ചതിന് തൂക്കിലേറ്റി. അപ്പോൾ അന്ന് ചെറുപ്പക്കാരനായിരുന്ന ഉദ്ധം സിംഗ് പിന്നീട് ബ്രിട്ടനിൽ പോയിട്ടാണ് മൈക്കൽ ഒ ഡയറിനെ വെടിവെച്ച് കൊന്ന് പ്രതികാരം തീർത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കണം. ഇനി ഓർത്തിരിക്കേണ്ടത് ഗാന്ധിജിയുടെ ഒരു വാക്കുകളാണ് ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച്. അപ്പോൾ അതൊന്ന്
നിർബന്ധമായിട്ടും നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചതാണ് ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം എന്ന് പറയുന്നത് പ്ലാസി യുദ്ധമാണ്. ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദൗളയുമായിട്ട് ബ്രിട്ടീഷുകാർ നടത്തിയ യുദ്ധമാണ്. അതേപോലെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. മിർജാഫറുമായി ചർച്ചയിൽ ചെയ്ത് അങ്ങനെ ചതിച്ചിട്ടാണ് പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത്. സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായിരുന്ന മിർജാഫറും ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന ക്ലൈവ് ലോയിഡും തമ്മിലുള്ള രഹസ്യധാരണ ഉണ്ടാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചത് എന്നൊക്കെ നമ്മൾ പ്ലാസി യുദ്ധം പറഞ്ഞപ്പോൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഇനി ഒന്നുകൂടി റിമൈൻഡ് ചെയ്തു എന്നുള്ളൂ. ഇനി പ്ലാസി യുദ്ധം നടന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ 1757 പ്ലാസി യുദ്ധം നടന്നത്. 1757 പ്ലാസി യുദ്ധം നടന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. അപ്പോൾ ഗാന്ധിജിയുടെ വാക്കുകൾ എന്താണ്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൽ അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. അപ്പോൾ ഇത് ജാലിയൻ വാലാബാഗ് സംഭവത്തിന് തുടർന്ന് ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ്. ഇനി നിസ്സഹകരണ സമരവും ഖിലാഫത്ത് പ്രസ്ഥാനവും എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. അപ്പോൾ റൗലറ്റ് ആക്ടിനെതിരെയാണ് നിസ്സഹകരണ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം. 1920 നിസ്സഹകരണ സമരം ആരംഭിച്ചത്. റൗലറ്റ് വിരുദ്ധ സമരം നൽകിയ ആത്മവിശ്വാസം ബ്രിട്ടീഷ് ഭരണത്തോടുള്ള നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു. ഇനി നിസ്സഹകരണത്തിൻ്റെ സവിശേഷതകൾ എന്തായിരുന്നുവെന്ന് പരിശോധിക്കൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പം നിസ്സഹകരണ സമരം 1920 ആരംഭിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. വർഷം 1920. അപ്പോൾ അതിന് റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധമൊക്കെ ഗാന്ധിജിക്ക് നിസ്സഹകരണ സമരം പ്രഖ്യാപിക്കാൻ ഊർജ്ജം നൽകിയ കാര്യങ്ങളാണ്. ഇനി നിസ്സഹകരണ സമരത്തിൻ്റെ ഒരു ചാർട്ട് നോക്കാം. നിസ്സഹകരണ സമരം ഏതൊക്കെ രീതിയിലാണ് നിസ്സഹകരിച്ചത് എന്നുള്ളത്, അത് സഹകരിക്കാതെ ഇരുന്നത് എന്നതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. നിസ്സഹകരണ സമരം, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക. നിസ്സഹകരണ സമരത്തിൻ്റെ ആഹ്വാനങ്ങളായിരുന്നു വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക. അപ്പോൾ നിസ്സഹകരണ സമരത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിസ്സഹകരണ സമരം വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക, നികുതി നൽകാതിരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. ഇനി ഇവിടെ നമ്മൾ ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക എന്നുള്ള ഭാഗത്തിൻ്റെ അനുബന്ധമായിട്ട് ഓർക്കേണ്ട കാരണമാണ് ജാലിയൻ വാലാബാഗ് സംഭവത്തിന് ശേഷം നടന്ന ഒരു കാര്യമാണ് കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകി. അപ്പോൾ ജാലിയൻ വാലാബാഗിന് ശേഷം കൈസർ ഹിന്ദ് പദവി തിരിച്ചു നൽകിയത് ആരാന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിജിയാണ്. ബ്രിട്ടീഷുകാർക്ക് കൈസർ എ ഹിന്ദ് പദവി മഹാത്മാഗാന്ധി തിരിച്ചു നൽകി. അതുപോലെ തന്നെയാണ് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബ്രിട്ടീഷുകാർ നൽകിയിരുന്ന സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ ജാലിയൻ വാലാബാഗ് സംഭവത്തിന് ശേഷമുണ്ടായ അവരുടെ ഗാന്ധിജി ആഹ്വാനം ചെയ്ത നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകി. അപ്പോൾ ജാലിയൻ വാലാബാഗ് സംഭവത്തിന് ശേഷം അതിൻ്റെ ഭാഗമായി ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ കൈസർ ഹിന്ദ് പദവി ഉപേക്ഷിച്ചു, അത് തിരികെ നൽകി. അതേപോലെ സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. അതേപോലെ ബ്രിട്ടീഷ് ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചത് ആരാണ്? ഈ ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചത്
സി ശങ്കരനാണ് ചേറ്റുവ ശങ്കരൻ നായർ, സി ശങ്കരൻ നായർ എന്ന ചേറ്റുവ ശങ്കരൻ നായർ മലയാളിയായ അദ്ദേഹമാണ് ബ്രിട്ടീഷ് ഗവർണറുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ സ്ഥാനം രാജിവെച്ചത്. അപ്പോൾ ഈ 3 സംഭവങ്ങൾ നമ്മൾ ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ ആഹ്വാനം സ്വീകരിച്ചതിന് ചില ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഗാന്ധിജി ആഹ്വാനം ചെയ്ത കാര്യങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. ഇനി ഇന്ത്യയിലെ ജനങ്ങൾ ആ ആഹ്വാനം സ്വീകരിച്ചു, അതിൻ്റെ ചില ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. അവധിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു. അപ്പോൾ അവധിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു. വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗ്ഗക്കാർ വന നിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർ ഗോത്രക്കാരെ ചൂഷണം ചെയ്യാൻ വന നിയമങ്ങൾ ആവിഷ്കരിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗ്ഗക്കാർ വന നിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. അവധിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു. ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. തൊഴിലാളികൾ പണിമുടക്കി. അപ്പോൾ ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. തൊഴിലാളികളാണെങ്കിൽ പണിമുടക്കി. വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു. സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തിൽ കൂട്ടിയിട്ട് കത്തിച്ചു. അപ്പോൾ സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ടുകൊണ്ട് കത്തിച്ചു. അപ്പോൾ ഇതാണ് നിസ്സഹകരണ സമരത്തിൻ്റെ ഗാന്ധിജിയുടെ ബഹിഷ്കരണത്തിൻ്റെ ആഹ്വാന ഫലമായി ജനങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ബഹിഷ്കരണത്തോടൊപ്പം നാക്ക് കൊടുക്കുകയാണ് ഇടയ്ക്ക്, തൊണ്ടൻ്റെ ഒരു പ്രശ്നമുണ്ട്, പിന്നെ നാക്ക് ഇടയ്ക്കിടയ്ക്ക്. ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങളും ഗാന്ധിജി ആഹ്വാനം നൽകി. അപ്പോൾ ബഹിഷ്കരണങ്ങൾ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം നൽകി. കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ്. ഇതിനെ തുടർന്ന് ജനങ്ങൾ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചർക്കയിൽ നൂൽ നൂറ്റ് ഖാദി വസ്ത്രങ്ങൾ നെയ്യുകയും ചെയ്തു. അപ്പോൾ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി, അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അതിൻ്റെ ഭാഗമായി ആളുകൾ ചർക്കയിൽ നൂൽ നൂറ്റുകൊണ്ട് ഖാദി വസ്ത്രങ്ങൾ നെയ്യുകയും അതേപോലെ ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസിൻ്റെ ഭാഗമായി, അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഗാന്ധിജി ആഹ്വാനം ചെയ്തപ്പോൾ അതിൻ്റെ ഭാഗമായി ചർക്കയിൽ നൂൽ നൂറ്റുകൊണ്ട് ഖാദി വസ്ത്രങ്ങൾ നെയ്തു. അതുപോലെ ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു, ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ അയിത്തോച്ചാടന പ്രവർത്തനങ്ങളും തുടങ്ങി. അപ്പോൾ അയിത്തോച്ചാടന പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിൻ്റെ അഥവാ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗാന്ധിജി ആഹ്വാനം ചെയ്തപ്പോൾ ആളുകൾ ചെയ്തത്. അപ്പോൾ ഈ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങളാണ്. നമ്മൾ പറഞ്ഞു ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഉദാഹരണമാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അതേപോലെ ജാമിയ മില്ലിയ. അപ്പോൾ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ എന്നുള്ളത് പ്രവർത്തനങ്ങളുടെ അന്നത്തെ ഇതിൻ്റെ ഉദാഹരണമാണ്. കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിൻ്റെ ഉദാഹരണങ്ങളാണ്, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ദേശീയ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഇനി നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഖിലാഫത്ത് നേതാക്കളായ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു. അപ്പോൾ നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനവും ശക്തി പ്രാപിച്ചു. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ നേതൃത്വം നൽകിയത് അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ്. ഇനി എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്നുള്ളത് നോക്കാം. അതിവിടെ കോളത്തിൽ തന്നിട്ടുണ്ട്. എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം?
ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായ ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താനുള്ള ബ്രിട്ടൻ്റെ ശ്രമങ്ങൾക്കെതിരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഓട്ടോമാൻ ഭരണാധികാരിയായ ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായ ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താൻ ബ്രിട്ടൻ്റെ ശ്രമമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഉയർന്നു വരാൻ കാരണം. അപ്പോൾ തുർക്കിയിലെ ഓട്ടോമൻ ഭരണാധികാരിയായ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ ഖലീഫയായിട്ടാണ് മുസ്ലിങ്ങൾ കണ്ടിരുന്നത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടൻ്റെ എതിർ സഖ്യകക്ഷിയിലായിരുന്നു തുർക്കി. അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടന് ഖലീഫയുടെ അധികാരങ്ങൾ യുദ്ധവിജയശേഷം ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താനൊക്കെ ശ്രമിച്ചത്. ഈ ശ്രമത്തിനെതിരെയാണ് ലോകത്താകമാനം ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടത്. അപ്പോൾ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിലും രൂപം കൊണ്ടു. ഇതിന് നേതൃത്വം നൽകിയത് അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും ആയിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയതിലൂടെ അപ്പോൾ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലൂടെ ചേർത്ത് നിർത്തിയതിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. അപ്പോൾ ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെയും ദേശീയ പ്രസ്ഥാനത്തെയും ഒരുമിച്ച് നിർത്തി. അതിലൂടെ മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഉറപ്പാക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. ഗാന്ധിജി അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. ഗാന്ധിജി ഖിലാഫത്ത് നേതാക്കളോടൊപ്പം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയിലെ മുക്കിലും മൂലയിലും എത്തി. ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെട്ടു. അപ്പോൾ ഖിലാഫത്തും ദേശീയ പ്രസ്ഥാനം ഒരുമിച്ച് കൊണ്ടുപോയതോടുകൂടി ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുകയും ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ എല്ലാ മുക്കിലും മൂലയിലും എത്തുകയും ചെയ്തു. ഇനിയുള്ള പോയിൻ്റാണ് ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിലെ ജനങ്ങൾക്കു നേരെ പോലീസ് വെടിവെച്ചതിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടു. 22 പോലീസുകാർ കൊല്ലപ്പെട്ട ഈ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. ഇനി ചൗരി ചൗര എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ചൗരി ചൗര എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലാണ്. ചൗരി ചൗര സംഭവമാണ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത്. ഇനി ഒരു ദേശീയ ദുരന്തം എന്ന് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെയാണ്. ഒരു ദേശീയ ദുരന്തം എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെയാണ്. ഇനി പൂർണ്ണ സ്വരാജും സിവിൽ നിയമലംഘനവും എന്നുള്ള ഭാഗമാണ് അടുത്തത് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസുമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വഴിത്തിരിവായിരുന്നു 1929 ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം. അപ്പോൾ 1929 കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ലാഹോറാണ്. അതിൻ്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു, നടന്ന സ്ഥലം ലാഹോറാണ്, വർഷം 1929. ഇനി ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്, സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആണെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചു. അപ്പോൾ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം എന്ന് പറഞ്ഞാൽ 1929 ലാഹോർ സമ്മേളനമാണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. രണ്ടാമത് തീരുമാനിച്ച കാര്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം, അധ്യക്ഷൻ നെഹ്റു. അപ്പോൾ 1929 ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ലാഹോർ കോൺഗ്രസ് സമ്മേളനം പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് തീരുമാനിച്ചത്. 2 പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. പൂർണ്ണ സ്വരാജും നിസ്സഹകരണ സമര പ്രസ്ഥാനവും. നിസ്സഹകരണ അല്ല, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനം 1920 സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ തുടങ്ങാൻ ആരംഭിച്ചതും
ഈ ലാഹോർ സമ്മേളനത്തിലാണ്. അപ്പോൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനവും പൂർണ്ണ സ്വരാജും 1929 ലാഹോർ സമ്മേളനം. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങൾ ലംഘിക്കുക എന്നതായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. അപ്പോൾ സിവിൽ നിയമലംഘന സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ക്വസ്റ്റ്യനിലൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപ്പു നികുതി എടുത്തു കളയുക. ഉപ്പിൻ്റെ നികുതി എടുത്ത് കളയുക. കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക. വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക. സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറക്കുക. അപ്പോൾ സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറക്കുക. ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക. ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക. തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക. അപ്പോൾ തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക. അപ്പോൾ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക എന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടത് ഏത് സമയത്താണ് ചോദിച്ചാൽ നിസ്സഹകരണം എന്നാണ് പിന്നെ വരുന്നത്. നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി മുന്നോട്ട് വന്നപ്പോഴാണ് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക എന്ന് ആവശ്യം ഉന്നയിച്ചത്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ എന്തായാലും ഒന്ന് ഓർത്തിരിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആവുകൊണ്ട് ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്തി ശരിയോ തെറ്റോ കണ്ടെത്താൻ വരും. അല്ലെങ്കിൽ ബന്ധമുള്ളത് ബന്ധമില്ലാത്തത് എങ്ങനെയും വരാം. അപ്പോൾ ഒന്നുകൂടി നാം പോയിന്റുകളൊന്ന് ഓർത്തിരിക്കുക. ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്: ഉപ്പു നികുതി എടുത്തു കളയുക. അതേപോലെ കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക. സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറക്കുക. ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക. തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. ഉപ്പ് സമരായുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉപ്പാണ് ഗാന്ധിജി ഒരു സമര മാർഗമായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നോക്കുന്നത്. ഉപ്പ് സമരായുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൻ്റെ 2/5 ഭാഗവും ഉപ്പിനുമേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു. തദ്ദേശീയരായ ചെറുകിട ഉൽപ്പാദകർക്കുമേൽ ഉപ്പുണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. ഉപ്പിൻ്റെ വില 3 മടങ്ങ് വർദ്ധിച്ചു. സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പു നികുതി എടുത്തു കളയുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സമരമാർഗമായിട്ട് ഒരു ഉപ്പ് തന്നെ തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത്. ഒന്നാമത്തെ കാര്യം, ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൻ്റെ 2/5 ഭാഗവും ഉപ്പിനുമേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു, ഉപ്പിൻ്റെ നികുതി. അതേപോലെ തദ്ദേശീയരായ ചെറുകിട ഉപ്പുൽപാദകർക്ക് മേൽ ഉപ്പുണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയത്. പിന്നെ ഉപ്പിൻ്റെ വില 3 മടങ്ങ് വർദ്ധിച്ചു. ഉപ്പ് സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക എന്നുള്ളത്. ഇനി ഉപ്പ് സത്യാഗ്രഹ സമയത്തെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ്. ഈ വാക്കുകൾ ഇടയിൽ നിന്നൊക്കെ വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കുറുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ ഊഹിക്കാവുന്നതിൽ ഏറ്റവും നീചനായ സ്വേച്ഛാധിപതി പോലും സമാധാനപരമായി നിയമം ലംഘിക്കുന്ന ജനതയെ പീരങ്കി കൊണ്ട് നേരിടാൻ ഊറ്റം കാണിക്കില്ല. നിങ്ങൾ
ഒരൽപ്പം സ്വയം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. മുൻപൊരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ ഈ അവസാന ഭാഗം എടുത്താണ് ചോദിച്ചിട്ടുള്ളത്, ആരുടെ വാക്കുകൾ എന്നുള്ളത്. അതായത് നിങ്ങൾ ഒരൽപ്പം സ്വയം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. അപ്പോൾ ഇത് നോക്കുമ്പോൾ അവസാന ഭാഗം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു ഐഡിയയും കിട്ടില്ല. അപ്പോൾ ഈ അവസാന ഭാഗം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഗാന്ധിജിയുടെ വാക്കുകളാണ്. അതേപോലെ 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കുറുക്കാൻ തുടങ്ങിയാൽ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതും പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് പിന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയും. എന്നാൽ ഈ അവസാന ഭാഗമാണ് നമുക്ക് പെട്ടെന്ന് കിട്ടാതെ. അപ്പോൾ അവസാന ഭാഗം നിങ്ങൾ ഒരൽപ്പം സ്വയം മാറാൻ എന്ന് തുടങ്ങുന്ന ആ അവസാന ഭാഗം ഒന്ന് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങളൊരൽപ്പം സ്വയം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എന്നുള്ള ഭാഗം പ്രത്യേകം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. ഇനി വട്ടമേശ സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. വട്ടമേശ സമ്മേളനം നമ്മൾ മുമ്പ് തന്നെ ചർച്ച ചെയ്തോളണം. അപ്പോൾ ഇത് ഈ കോളം ഒന്ന് നോക്കാം. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ 1930, 31, 32 എന്നീ വർഷങ്ങളിൽ 3 വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചു ഗാന്ധിജി പങ്കെടുത്തു. അപ്പോൾ ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ലണ്ടനിലാണ്. ലണ്ടനിൽ എവിടെ? ജെയിംസ് പാലസ്. പിന്നെ വട്ടമേശ സമ്മേളനങ്ങളുടെ വർഷം 1930, 31, 32 അത് നോട്ട് ചെയ്യുക. പിന്നെ 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ B.R. അംബേദ്കറാണ്. ഡോക്ടർ B.R. അംബേദ്കറാണ് 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത വ്യക്തി. ഇനി ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ് ചോദിച്ചാൽ രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം 1931 രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം 1930, 31, 32 എന്നീ 3 വർഷങ്ങളാണ്. ഇനി എന്തിനു വേണ്ടിയാണ് വട്ടമേശ സമ്മേളനം നടത്തിയതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടത്തിയത്. ലണ്ടനിലാണ് നടത്തിയത്, ജെയിംസ് പാലസിൽ. വർഷം 1930, 31, 32. പിന്നെ B.R. അംബേദ്കർ 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിനാണ് പങ്കെടുത്തത് 1931. അപ്പോൾ വട്ടമേശ സമ്മേളനം കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ്. അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗം ജസ്റ്റ് നോക്കാം. ഉപ്പ് സത്യാഗ്രഹത്തിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്ത ജനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉപ്പ് കുറുക്കി നിയമലംഘനത്തിൽ പങ്കാളികളായി. കേരളത്തിൽ പയ്യന്നൂർ, തമിഴ്നാട്ടിൽ വേദാരണ്യം, മഹാരാഷ്ട്രയിൽ ബോംബെ, ബംഗാളിൽ നവഖാലി, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം തുടങ്ങിയവ നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായി. ഇവിടങ്ങളിൽ സമര വോളണ്ടിയർമാർ ഉപ്പുണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ദേശീയ പതാക ഉയർത്തുകയും ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യാഗ്രഹികളെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ പോലീസ് നേരിട്ടു. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും സമരം ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം പയ്യന്നൂരാണ്. പയ്യന്നൂർ മാത്രമല്ല, കോഴിക്കോടുണ്ട്. ഇനി പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ കേളപ്പനാണ്. കോഴിക്കോടാണെങ്കിലോ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കോഴിക്കോട് പിന്നെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഇനി തമിഴ്നാട്ടിലെ വേദാരണ്യം, തമിഴ്നാട്ടിലെ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ വേദാരണ്യം കടപ്പുറത്താണ്. അതിന് നേതൃത്വം നൽകിയത് സി രാജഗോപാലാചാരി. അതേപോലെ മഹാരാഷ്ട്രയിൽ എവിടെയാണ് നടന്നത്? ബോംബെയിലാണ്. ബംഗാളിലാണെങ്കിലോ നവഖാലി. അപ്പോൾ മഹാരാഷ്ട്രയിൽ ബോംബെയിലും ബംഗാളിൽ നവഖാലി നോട്ട് ചെയ്ത് വെക്കുക. മഹാരാഷ്ട്രയിൽ ബോംബെ, ബംഗാളിൽ നവഖാലി എന്നിവിടങ്ങളിലാണ് ഉപ്പ് സത്യാഗ്രഹം നടന്ന കേന്ദ്രങ്ങൾ. വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശത്ത് നമ്മൾ പറഞ്ഞു, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെ നേതൃത്വത്തിലായിരുന്നു വടക്കു പടിഞ്ഞാറൻ
പടിഞ്ഞാറൻ അതിർത്തി പ്രദേശത്ത് നിയമന ലംഘന സമരത്തിൻ്റെ കേന്ദ്രങ്ങളായത്. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഓർക്കുക, അതിർത്തി ഗാന്ധി. ഇനി വടക്ക് കിഴക്കാണെങ്കിലോ റാണി ഗൈഡിലിയു നമ്മൾ മുൻ വീഡിയോയിൽ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ റാണി ഗൈഡിലിയു വടക്ക് കിഴക്കൻ ഭാഗത്ത്, അതായത് മണിപ്പൂർ, നാഗാലാൻഡ്, നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്നത് റാണി ഗൈഡിലിയു ആണ്. ഇനി ഇതിൽ നോട്ട് ചെയ്യേണ്ട അടുത്ത പോയിന്റ് ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ. അപ്പോൾ ഗുജറാത്തിലെ ധരാസനയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡുവാണ്. ഗുജറാത്തിലെ ധരാസനയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡുവാണ്. നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവാണ് ഗുജറാത്തിലെ ധരാസനയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആളുകളും സ്ഥലങ്ങളും ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ കേരളത്തിൽ പയ്യന്നൂർ കൂടാതെ കോഴിക്കോടും നടന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ വേദാരണ്യം, മഹാരാഷ്ട്രയിൽ ബോംബെ, ബംഗാളിൽ നവകാലി, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം, അതേപോലെ ഗുജറാത്തിൽ ധരാസന. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിയമലംഘന പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ഭാഗം ക്വിറ്റ് ഇന്ത്യ സമരവും ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെക്കുറിച്ചാണ് ഇതിൻ്റെ അടുത്തത് വരുന്നത്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നമുക്കിവിടെ നിർത്താം. അടുത്തത് നമ്മളിനി അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുക ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇനി ഇത്രയും വെച്ച് നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ നമ്മൾ നിയമലംഘന പ്രസ്ഥാനം വരെ പറഞ്ഞ് ഈ ചാപ്റ്ററിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം. വീഡിയോ കൂടുതൽ ലെങ്തി ആവാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.